സമൂഹമാധ്യമത്തിലെ ലൈംഗിക ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ജീവനൊടുക്കിയതിൽ കേസെടുത്തതോടെ യുവതി ഒളിവിൽ പോയതായി സൂചന. വടകര സ്വദേശി ഷിംജിതയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നീക്കം. യുവതിയുടെ ഫോണും പരിശോധിക്കും. ദീപകിന്റെ മാതാവ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിക്ക് പിന്നാലെ ഇന്നലെയാണ് യുവതിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തത്. അതൊരു ചീത്ത സമയത്ത് കുട്ടി എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആരൊന്നും എനിക്ക് പറയാം, എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖം ഓർമ്മ കുട്ടി ഇത് ചെയ്താഞ്ഞത്. ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. ആ വീഡിയോ കണ്ടപ്പോഴത്തേനും ആ ചേച്ചിയുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവർ നിന്ന സൈഡിൽ നിന്ന് തിരിഞ്ഞൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. വൈറലാകാൻ വേണ്ടി വീഡിയോ എടുത്തിട്ട് ദീപകിൻ്റെ മരണത്തിന് കാരണക്കാരിയായ ഷിംജിത മുസ്തഫക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആദ്യം ഷിംജിതയുടെ മൊഴിയെടുത്തപ്പോൾ ഷിംജിത പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് ഹരാസ് ചെയ്യാൻ ശ്രമിച്ചു, അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ കള്ളത്തരത്തിൽ ഉറച്ചിക്കാണ് ഷിംജിത ചെയ്തത്. പിന്നീട് ഇന്നലെ വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്കാരെയൊക്കെ മൊഴിയെടുത്തിട്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തു. കേസെടുത്തതിന് ഷിംജിതയെ കാത്തിരിക്കണം. എന്താ പറയുക, 10 വർഷത്തെ കഠിന തടവ്, 1 കോടി രൂപ പിഴയാണ് ഇവർ ആവശ്യപ്പെട്ടുള്ളത്. ആ വീടും പറമ്പും മുഴുവൻ വെക്കേണ്ടി വരും. ഈ രീതിയിലേക്കുള്ള ശിക്ഷയാണ് ഷിംജിതയെ കാത്തിരിക്കുന്നത്. ഷിംജിത മുസ്തഫയിൽ നിന്ന് 1 കോടി രൂപ നഷ്ടപരിഹാരം ഈടാക്കുക, ആ വീടൊക്കെ കണ്ടുകെട്ടുക, 10 വർഷത്തെ തടവ് എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ ലേശം ഓവറാണോ തോന്നും. അവർ ചെയ്തൊരു കാര്യം ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ കാരണക്കാരിയായി എന്നുള്ളതാണ്. ഇവർ ആദ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയിൽ ഇതൊന്നുമില്ലല്ലോ, വോയിസുകളൊന്നുമില്ല. അവർ ആ വീഡിയോ ഇടുന്നു, ഒരു കൈ ഇങ്ങനെ നീക്കി വെക്കാൻ മാത്രമൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് നീങ്ങി നിന്നൂടെ. അപ്പോൾ അവർ ബോധപൂർവം ഒരു റീച്ചിന് വേണ്ടിയിട്ടാണെന്നുള്ള 100% ബോധ്യമാണ്. പിന്നെ അവർ പറഞ്ഞു വടകര പോലീസിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് പറഞ്ഞത് പച്ചക്കള്ളമാണ്, ഇവിടെ അങ്ങനെ പരാതി ഞങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവർ ചെയ്തൊരു കാര്യം, ഇവർ ഈ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമതൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ഇയാൾ വേറൊരു സ്ത്രീയെയും ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇയാളൊരു പച്ചപ്പാവം മനുഷ്യൻ. ആ മനുഷ്യൻ ഒന്ന് ഈ വീഡിയോ ചെയ്തു എന്ന് മാത്രമല്ല, രണ്ടാമതിട്ട വീഡിയോയിൽ ഇയാൾ വേറെ സ്ത്രീയെയും ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. അത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ 2 സ്ത്രീകൾ ഇങ്ങനെ ചെയ്തു എന്നായി. ആ ബസ്സിൽ CCTV ഇല്ലേ, ആ ബസ്സിലെ യാത്രക്കാർ ആർക്കെങ്കിലും ഒരാൾക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ? നമുക്കൊരു ധാരണ ഉണ്ട്, സോഷ്യൽ മീഡിയ ആണ് കോടതി, സോഷ്യൽ മീഡിയ എല്ലാം തീരുമാനിക്കും. ഇങ്ങനെ തീരുമാനിച്ചതിൻ്റെ ദുരന്ത ഫലമാണ് ദീപകിൻ്റെ ജീവനൊടുക്കൽ. ഈ ഒരു സ്ത്രീയുടെ കരുതൽ എന്താണ്, റീച്ച് കിട്ടിയാൽ സോഷ്യൽ മീഡിയ ബാക്കി തീരുമാനിക്കട്ടെ, എല്ലാം സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കുക. ഈ പ്രവണത കൂടി വരികയാണ്. പല ആളുകൾക്കും ഒരാളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇടമായിട്ടാണ് സോഷ്യൽ മീഡിയനെ കാണുന്നത്. ഒരു പെൺകുട്ടി ഒരു യുവാവിൻ്റെ ജീവിതം തകർത്തെങ്കിൽ ഇപ്പം സമൂഹം മുഴുവനും എന്ത് ചെയ്യാണ്, കുറ്റവാളി ചിത്രീകരിച്ച ഒരു യുവതിയുടെ ജീവിതം തകർക്കാണ്. ആ പെൺകുട്ടിയോട് ഒരു തരത്തിലും നമുക്കൊരു പാവം പോലും തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ദീപക് അത്രമാത്രം നിരപരാധിയായിരുന്നു. അങ്ങനത്തെ ഒരാളെ കുറിച്ചാണ് മുമ്പൊരു സ്ത്രീയെ ഇതാക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ അൺകംഫർട്ടബിൾ ആയത് കണ്ടപ്പോഴാണ് ഞാനും അത് വീഡിയോ എടുത്തത്. അവരുടെ കയ്യിൽ 100% തെറ്റാണ്. പബ്ലിക് പോലും പറയുന്നൊരു കാര്യം ഇതാണ്. ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. ആ വീഡിയോ കണ്ടപ്പോഴത്തേനും ആ ചേച്ചിയുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവർ നിന്ന സൈഡിൽ നിന്ന് തിരിഞ്ഞൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ചുമ്മാ എന്തെങ്കിലും അവർക്ക് റീച്ച് കിട്ടാനായിരിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ടിൽ റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടടുത്തിരുന്ന് ആരെങ്കിലും പറയാനെങ്കിലും നോക്കാം. അല്ലാണ്ട് ഇങ്ങനെ കാണിച്ച് ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യണേക്കാളും ഓൺ ദി സ്പോട്ട് റിയാക്ട് ചെയ്യാം. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക്. പുള്ളി തിരിച്ച് റിയാക്ട് ചെയ്താൽ മതിയായിരുന്നു, ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. പുള്ളി തിരിച്ച് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ സ്ട്രോങ് ആയിട്ട് പുള്ളിയുടെ കൂടെ നിന്ന് നമുക്കും സോഷ്യൽ മീഡിയയിൽ നമുക്ക് പുള്ളിക്ക് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാമായിരുന്നു. പുള്ളിക്ക് മനസ്സിന് താങ്ങി കാണൂല, ചിലപ്പോൾ പുള്ളി ചെയ്ത് കാണത്തില്ല തെറ്റ്, അതുകൊണ്ടായിരിക്കാം പുള്ളി ആത്മഹത്യ ചെയ്തത്. ഞാൻ പറയുന്നത് ഇതേപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആണുങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നമ്മൾ ചെയ്തത് തെറ്റിട്ട് നമ്മളെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് എടുത്തടിച്ച പോലെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയല്ല വേണ്ടത്. നമ്മളും തിരിച്ച് ഇത് കണക്കൊരു റിയാക്ഷൻ വീഡിയോ നമ്മളും തിരിച്ച് ചെയ്ത് നമ്മളെ തെറ്റിദ്ധാരണം നമ്മൾ എന്താണോ തെറ്റ് ചെയ്തത് നമുക്ക് നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ശരി ഇത് ചെയ്ത് ഇപ്പോൾ പുള്ളി ചെയ്ത് തെറ്റെന്നല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ. പുള്ളി അതുകൊണ്ടല്ലേ ആത്മഹത്യ എന്ന് വിചാരിക്കുകയുള്ളൂ ഇല്ലേ? പുള്ളി തിരിച്ച് റിയാക്ട് ചെയ്തിരുന്നെങ്കിലോ? പുള്ളിയും തിരിച്ച് ഇതേപോലെ ഒരു സോഷ്യൽ മീഡിയയിൽ പുള്ളി പറഞ്ഞുകൂടായിരുന്നു ഞാനിത് ചെയ്തിട്ടില്ല,
മനപ്പുറം കരിവാരി തേക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പുള്ളി തിരിച്ച് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു നാണക്കേടും വരുന്നില്ല. സത്യത്തിൽ ഈ ബസ് യാത്രകളിലൊക്കെ സ്ത്രീകൾക്കെതിരെ ഒരുപാട് ആക്രമണങ്ങൾ നടക്കലുണ്ട്. പലപ്പോഴും സ്ത്രീകളെ തുറന്നു പറയലില്ല. തുറന്നു പറഞ്ഞാൽ തന്നെ ആളുകൾ അംഗീകരിക്കില്ല. ഒരു സ്ത്രീ എങ്ങാനും എനിക്ക് ബസ്സിൽ നിന്ന് ഒരു മോശാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നീ അതിന് സമ്മതിച്ചു കൊടുത്തിട്ടല്ലേ, നീ അങ്ങനെ ചെയ്തിട്ടല്ലേ. എവിടെയൊക്കെ ആൾക്കൂട്ടങ്ങളുണ്ടോ ആ ആൾക്കൂട്ടങ്ങളിൽ പെട്ടുപോകുന്ന സ്ത്രീകൾക്ക് ദുരനുഭവം ഉണ്ടാവാതെ ഇങ്ങോട്ട് വരില്ല. അത്രയും ദുരനുഭവങ്ങൾ വരുന്നതാണ്. നിങ്ങൾ ആ ഫോണിലെടുത്തൊരു കാര്യം എടുത്തിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നതിന് മുൻപ് അവരുടെ മുഖമൊക്കെ ബ്ലർ ചെയ്യുക, എന്നിട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോവുക, ഒരു തെളിവിനായിട്ട് വീഡിയോ എടുക്കുക. ഈ സ്ത്രീക്ക് പറ്റിയൊരു പിഴവ് എവിടെയാണ്? അത് മുഖം ബ്ലർ ചെയ്തില്ല, പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ചു. ഒരു തരത്തിലും അവർക്ക് അവിടുന്ന് മാറി നിൽക്കാമായിരുന്നു. അത്രമാത്രം ഒരു ഹരാസ്മെൻ്റ് ഒന്നും ആ വീഡിയോയിൽ കണ്ടിട്ടില്ല. അങ്ങനെ അല്ലെങ്കിൽ അവരെ എഡിറ്റഡ് ചെയ്യാത്തുണ്ടല്ലോ, അവരെ കയ്യിലെ ഫുൾ വീഡിയോ അത് അവർ പുറത്തു വിടട്ടെ. അവരും ഇനി നിയമത്തിൻ്റെ വഴിക്ക് പോവാണല്ലോ, അവർ ഉറച്ചു നിൽക്കുകയാണ് എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് തോന്നുന്ന ആ എഡിറ്റ് ചെയ്യാത്ത ആ വീഡിയോ മുഴുവനായിട്ട് പുറത്തു വിടട്ടെ. അവർ പുറത്ത് വിടില്ല. കാരണം അവരുടെ മുൻപത്തെ വീഡിയോകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്ത് വാക്കുകൾ കൊടുത്താലും ദീപക്കിന് തിരിച്ചു വരുമോ? അദ്ദേഹം തൻ്റെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്ത സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് പോലും ഇയാൾ ജീവൻ ഒടുക്കിയിട്ടില്ല. അതൊരു ചീത്ത സംഭവിച്ച കുട്ടി, എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആരെയൊന്നും എനിക്ക് പറയാം, എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖം ഓർമ്മ കുട്ടി ഇത് ചെയ്താഞ്ഞത്. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇയാൾ ഒരു ചെറിയ സൗഹൃദങ്ങളിലുള്ള ആ ചെറിയ സൗഹൃദങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ്റെ ജീവനൊടുക്കിക്കൊണ്ട് കേരളം ഒന്നടങ്കം ഷിംജിത മുസ്തഫക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. ഏതായാലും അവരെ കാത്തിരിക്കാൻ പോണത് 10 വർഷത്തെ കഠിന തടവ്, 1 കോടി രൂപ പിഴ, അവരുടെ സ്വത്തുക്കൾ മുഴുവനും കണ്ടുകെട്ടുക. എന്തായാലും ഇനി റീൽസ് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പക്ഷേ പലപ്പോഴും ഈ സ്ത്രീകളൊരു ധാരണ ഉണ്ട്, പുരുഷന്മാർക്കെതിരെ എന്തിട്ടാലും സൊസൈറ്റിയുടെ അംഗീകരിക്കും, പ്രത്യേകിച്ച് ഈ ബസ്സിലെ പീഡനങ്ങളെ പോലെയുള്ളത് എന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ആണുങ്ങളെ കരുതുന്ന ഒരു തെറ്റായ കണ്ണി കൂടെയാണ്. ഒരിക്കൽ ഞാനൊരിക്കൽ കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് മീൻചന്തട ഭാഗത്ത് വെച്ചിട്ടൊരു കോളേജ് കുട്ടികൾ ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ അവിടുന്ന് മീൻചന്തറ അവിടുന്ന് മിഠായി തെരുവിക്ക് പോവാണ്, ആ വഴിയാണ് പോണത്. അപ്പോൾ ആ സമയത്ത് ബസ്സിൽ കയറിയപ്പോൾ ഒരു പെൺകുട്ടി ബസ്സിൽ നിന്ന് ഒരു ചെറുക്കനാണ്, +2 ഒക്കെ പഠിക്കണേക്കനാവും, ഒന്നുകൊണ്ട് കൊടുത്ത്. എന്താ കാരണം എന്ന് അറിഞ്ഞൂടാ, ബസ് അവിടെ നിർത്തി ഈ 2 ചെക്കന്മാരുടെ ഇറങ്ങിയതിന് ശേഷം ഒരു വെല്ലുവിളിക്കണം, ഞങ്ങൾ കാണിച്ചു തരാം അടയുന്നു. അപ്പോൾ ആ സ്ത്രീ അങ്ങനെ അടിക്കാനുള്ളൊരു കാരണം അവർക്ക് എന്തോ എവിടെയോ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ടച്ച് അനുഭവിക്കണ പെണ്ണുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഒരു മോശം അനുഭവത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതികരണം അപ്പം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അത് വീഡിയോ എടുത്തിട്ട് നാറ്റിച്ച് കഴിഞ്ഞാൽ തീർന്നില്ല കഥ. അപ്പോൾ ആ ഒരു സംഭവത്തിൽ തന്നെ ആ ഒരു പെൺകുട്ടി വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോയിൽ എവിടെയും ഈ ദീപക്കിനെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു 99.99% ആ സ്ത്രീനെ കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു വീഡിയോ. എന്നിട്ടും എന്തിനാണ് അയാളത് ചെയ്തത്? അത് അയാളുടെ മാനസിക ദൗർബല്യമാണ്. നമുക്കൊരു കാര്യം തരാം, സൊസൈറ്റിയിൽ എന്തോ ആവട്ടെ, നമുക്കൊരു നല്ല ഡിസിഷൻ എടുക്കുക, നല്ല മനക്കരുത്തോടു കൂടി മുന്നോട്ട് പോകും, അതാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ ആ ദീപക്കിന് അത് ഉണ്ടായില്ല. എന്തുകൊണ്ടത് ഉണ്ടാവാതിരുന്നത്? ഒരു വീഡിയോ കണ്ടപ്പോൾ മാനസികമായിട്ട് തളർന്ന ഒരു മനുഷ്യർക്ക് ഈ സ്ത്രീ ചെയ്തത് ആ വീഡിയോ ഒഴിവാക്കിയിട്ട് വേറൊരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിടുകയാണ്. ആ എക്സ്പ്ലെയിൻ ചെയ്തിടുന്ന വീഡിയോയിൽ ഇയാൾ വേറൊരു പെൺകുട്ടിയെയും ഇങ്ങനെ ചെയ്തു എന്നാണ് ആരോപിച്ചത്. ആ വീഡിയോയിൽ അവരങ്ങനെയാണ് ആരോപിക്കുന്നത്. അപ്പോൾ ആ ആരോപണം എത്ര ഗൗരവമുള്ളതാണ് അതും കൂടി കണ്ടതോടെയാണ് ഇയാളെ സുഹൃത്തുക്കൊക്കെ വിളിച്ചിട്ട് വക്കീലിനെ കാണണം, അവൾക്കെതിരെ നിയമ നടപടി എടുക്കണം, എൻ്റെ കയ്യിൽ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ, അന്ന് കിടന്നുറങ്ങിയ മനുഷ്യൻ പിന്നെ ഉണരണില്ല. വീട്ടുകാർ വന്ന് വാതിൽ അയൽവാസികളുടെ സഹായത്തോടെ തുറന്നു നോക്കുമ്പോഴാണ് അയാളുടെ ജീവനത്തിൽ കാണുന്നത്. അപ്പോൾ ആ സ്ത്രീ ഒരിക്കലും ഒരു സഹതാപം അർഹിക്കുന്നില്ല. അവർക്ക് കിട്ടേണ്ടത് 10 വർഷത്തെ കഠിന തടവ് തന്നെയാണ്. 1 കോടി രൂപ അവർക്ക് കൊടുക്കേണ്ടി വരും. വീടും കാര്യങ്ങളൊക്കെ സ്വത്തുക്കളൊക്കെ ജപ്തിയുടെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് അവരുടെ ഉള്ളിലുള്ള റീച്ച് കിട്ടുക. മറ്റവൻ്റെ റീത്ത് കിട്ടിയാലും അല്ല, ഇക്ക് റീച്ച് കിട്ടിയാൽ മതി എന്നുള്ള പുതിയ തലമുറയുടെ ഒരു ബോധമാണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ വേറൊരു വെർഷൻ കാണാൻ കുറേ മുസ്ലിം താത്താരുണ്ട്, എന്തൊക്കെ ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ്. അവർ വയത് പറഞ്ഞ് തുള്ളിക്കളിക്കുന്നുണ്ട്, ഡാൻസാട് തുള്ളിക്കും. പ്രായമുള്ള ഉമ്മാർ, ഞാനിത് കാണായിട്ടൊന്നുമല്ല, നമ്മളത് പറയാത്ത എന്താണെന്നറിയോ, നമ്മളായിട്ട് അതിനൊരു വിസിബിലിറ്റി കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ്. കാണുമ്പോൾ നമുക്ക് തൊലി ഉരിഞ്ഞു പോകും. ഇമ്മാതിരി തള്ളാർ വന്നിട്ട് സോഷ്യൽ മീഡിയ കയറുന്ന ഇവരുടെ ഈ തുള്ളലും എന്താ കാര്യം? റീച്ചിന് വേണ്ടി. പിന്നെ ഒരു ആശ്വാസമുണ്ട്, ഇതുകൊണ്ട് ആർക്കും ദ്രോഹമില്ല, അതുകൊണ്ട് തുള്ളിക്കോട്ടെ. പിന്നെ നമ്മൾ അവരെ വീഡിയോക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ.
കുറേ ആൾക്കാർ ഉസ്താദുമാർ തന്നെ ഇവർക്ക് മറുപടി പറഞ്ഞാണ്. അവരവിടെ കിടന്ന് തുള്ളുന്നത് കൊണ്ട് ആർക്കും ഒരു നഷ്ടമില്ല. പക്ഷെ ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് സത്യം. ഈ റീച്ചിന് വേണ്ടിയുള്ള മനോഭാവമാണ് ഇന്ന് ഈ ദീപകിൻ്റെ ജീവൻ പോലും എടുപ്പിച്ചത്. അതൊന്ന് കുറച്ചിട്ട് സമൂഹത്തിന് ഉപകാരമുള്ളത് വല്ലതും ചെയ്യുക. അവരവർക്ക് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ സൊസൈറ്റിക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് ചോദ്യം വെച്ചിരുന്നു, സൈനബ് ബീവിയുടെ ഖബറിടം എവിടെയാണ്, കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയില്ല. എന്നാലും പറഞ്ഞു കേൾക്കുന്നത് ചരിത്രത്തിലൊക്കെ ഉള്ളത് സിറിയയിലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അത് സിറിയയിലല്ല, മദീനയിലാണ്, ഈജിപ്തിലാണ്, ഇറാഖിലാണ്, ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. കാരണം സൈനബ് ബീവിയോടൊക്കെ ചരിത്രം കാണിച്ച അന്നത്തെ മുസ്ലിം ഭരണകൂടം കാണിച്ച നെറികേടുകളാണ് ഇതിനൊക്കെ കാരണമായത്. സൈനബ് ബീവി എന്ന് മാത്രമല്ല, ഹബീബ നബിയുടെ കുടുംബക്കാരോടൊക്കെ തുടക്കകാലത്തൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.